ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് സെല്ലിംഗ് സ്കാനറിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു സ്കാനറിൻ്റെ കണ്ടീഷൻ പറഞ്ഞത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. യെസ്റ്റർഡേ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഹൈ വാസ് ഈക്വൽ ടു യെസ്റ്റർഡേ ഹൈ. അതുപോലെ ടുഡേ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഹൈ വാസ് ഈക്വൽ ടു ടുഡേസ് ഹൈ ആൻഡ് യെസ്റ്റർഡേ ലോ വാസ് ബ്രോക്കൺ. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്കാനർ എഫ് ആൻഡ് സ്റ്റോക്സ് ആണ് വേണ്ടത്. അതേപോലെ തന്നെ ഇത് ഫയേഴ്സിലും ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫയേഴ്സിൽ എക്സൽ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്കാനർ. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ സ്കാനർ ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചാർട്ടിങ്ങിൽ പോവാം. അതിൽ ക്രിയേറ്റ് സ്കാനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്നലത്തെ ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിലെ ഹൈ തന്നെയായിരിക്കണം ഇന്നലത്തെ ഹൈ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ക്യാൻഡിലിൻ്റെ ഹൈ ക്ലിക്ക് ചെയ്യാം. ഹൈ സെലക്ട് ചെയ്യാം. ഡെയിലി മാറ്റിയിട്ട് ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആക്കാം. ഇനി പ്രീവിയസ് ഡേ ആണ്. അപ്പോൾ നമുക്ക് താഴേക്ക് വരാം. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് പ്രീവിയസ് ഡേ ക്യാൻഡിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഓഫ് പ്രീവിയസ് ഡേ ഇവിടെ നമ്മൾ 75 എന്നാണ് കൊടുക്കേണ്ടത്, -75. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ കിട്ടും. അത് ഈക്വൽ ആയിരിക്കണം കഴിഞ്ഞ ദിവസത്തെ ഹൈ. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഈക്വൽ ഹൈ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 1 ഡേ അഗോ സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനായി. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിലെ ഹൈ തന്നെ ആയിരിക്കണം ഇന്നത്തെ ഹൈ. അപ്പോൾ നമുക്ക് വീണ്ടും ഹൈ സെലക്ട് ചെയ്യാം. 5 മിനിറ്റ് ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ഈക്വൽസ് ഹൈ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഡെയിലി സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ ലോ ബ്രേക്ക് ചെയ്യണത്, അപ്പോഴാണ് നമുക്ക് എൻട്രി. അപ്പോൾ നമുക്കിവിടെ ക്ലോസ് സെലക്ട് ചെയ്യാം. ഫൈവ് മിനിറ്റ്സ് ക്ലോസ് ലെസ് ദാൻ ലോ. ഇവിടെ നമുക്ക് 1 ഡേ അഗോ ലോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ഫ്യൂച്ചർ സ്റ്റോക്സിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് റൺ സ്കാൻ കൊടുക്കാം. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് മാച്ച് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. JSW സ്റ്റീൽ 2 ദിവസത്തെ എടുക്കാം. 5 മിനിറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാം. കണ്ടോ, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ തന്നെയാണ് ആ ദിവസത്തെ ഹൈ. ഇന്നത്തെയും 5 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എൻട്രി വരുന്നത്. ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സെൽ എൻട്രി വരുന്നത്. ഓക്കെ, ഇനി HCL ടെക് നോക്കാം. ഇപ്പോൾ HCL ടെക് ഇവിടെയാണ് ലോ വന്നിരിക്കുന്നത്. ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലൈവ് മാർക്കറ്റിൽ ക്യാച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ ആ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടെക്കം കണ്ടോ, പ്രീവിയസ് ഡേ ലോ ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് സെൽ എൻട്രി വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇനി LIC ഹൗസിംഗ് ഫിനാൻസ് അത് ഇവിടെയാണ് ലോ. കഴിഞ്ഞ ദിവസത്തെ ഇവിടെയാണ് നമുക്ക് എൻട്രി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ സെൽ എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെയിം കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ ഫയേഴ്സിൽ ഒരു എക്സൽ സ്കാനർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്കാനർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫയേഴ്സിനെ ടെർമിനലായിട്ട് കണക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സൽ സ്കാനർ. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ബ്രേക്ക്ഔട്ടിന് തൊട്ട് മുമ്പത്തെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്സ് ബ്രേക്ക്ഔട്ടിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ യെല്ലോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇവിടെ ഹിൻഡാൽക്കോവും അതുപോലെ ടാറ്റ സ്റ്റീലും വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ബ്രേക്ക്ഔട്ടിൻ്റെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹിൻഡാൽക്കോയുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് നോക്കേണ്ടത്. പിന്നെ അടുത്തത് ടാറ്റ സ്റ്റീലാണ്. അപ്പോൾ ടാറ്റ സ്റ്റീൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അതും ജസ്റ്റ് പ്രീവിയസ് ഡേ ക്ലോസിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ഫയേഴ്സിൻ്റെ എക്സൽ ആകുമ്പോൾ നമുക്ക് ലൈവ് ആയിട്ട് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിങ്ങിലേക്ക് ആണെങ്കിൽ അത് ഫ്രീ വേർഷനിൽ 5 മിനിറ്റ് ഡിലേ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സലിൽ ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് വേണം, എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടെ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ സെല് ചെയ്യാൻ നിൽക്കരുത്, കാരണം അവിടെ പ്രൈസ് ആക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് പ്രീവിയസ് ഡേ ലോ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ സെല്ലാണ്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് നോക്കാം.
ഒക്കെ ഇവിടെ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് ബ്രേക്കൗട്ട് ഫെയിലറായി താഴേക്ക് വരാണ്. നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഇവിടെ സെല്ലാണ്. നമുക്ക് ഹിൻഡാൽക്കോ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഹിൻഡാൽക്കോയും ബ്രേക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആ 2 സ്റ്റോക്സുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടാം. അപ്പോൾ ഈ 2 സ്റ്റോക്സുകളാണ് നമുക്ക് ഓപ്പണിൽ നിന്ന് തന്നെ കിട്ടിയ സ്റ്റോക്സുകൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച്. ഓക്കെ, നല്ല രീതിയിൽ ടാറ്റ സ്റ്റീൽ താഴേക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ സപ്പോർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കുന്നത്. അപ്പോൾ നിയറസ്റ്റ് സപ്പോർട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് ചിലപ്പോൾ തിരിച്ചറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ഇടേണ്ടത്. അടുത്ത സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അവിടെ കുറേ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ ലെവൽസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വേറൊരു ഇൻഡിക്കേറ്റേഴ്സോ ടൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് ടാർഗറ്റ് ആ ഒരു പോയിന്റ് ആയിരിക്കണം. അപ്പോൾ ഹിൻഡാൽക്കും ബ്രേക്കൗട്ട് ചെയ്ത് താഴേക്ക് വരാണ്. അപ്പോൾ നമുക്ക് ഹിൻഡാൽക്കോടെ അടുത്ത സപ്പോർട്ട് പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ് ഹിൻഡാൽക്കോടെ ഇനി സപ്പോർട്ട്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ സെല്ലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ പ്രീവിയസ്ലി ലോ ബ്രേക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഹൈ ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ തന്നെ ആയിരിക്കണം അന്നത്തെ ഹൈ, ഇന്നത്തെ ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ തന്നെ ആയിരിക്കണം ഇന്നത്തെ ഹൈ. അതുപോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ലോ ബ്രേക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത്. അതാണ് ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇവിടെ 2 സ്റ്റോക്സുകൾ ആ ഒരു എൻട്രി നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫയർസിൻ്റെ ഹീറ്റ് മാപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മെറ്റൽസ് ആൻഡ് മൈനിങ് സെക്ടറിലാണ് നമ്മുടെ ടാറ്റ സ്റ്റീൽ ഹിൻഡാൽക്കോയും വരുന്നത്. അപ്പോൾ അധികം സ്റ്റോക്സുകൾ ഇതിൽ പോസിറ്റീവ് ആയ അതുകൊണ്ട് തന്നെ തിരിച്ചു കയറാൻ ചാൻസ് ഉള്ളതാണ് ടാറ്റ സ്റ്റീലും ഹിൻഡാൽക്കോയും. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സപ്പോർട്ടിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോർട്ട് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് വാച്ച് ചെയ്യണം, കാരണം ഇനി റീട്രേസ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു ഏരിയയിൽ നിന്ന്. കാരണം ആ ഒരു സെക്ടർ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഏത് സമയം വേണമെങ്കിലും അവിടെ നിന്ന് റീട്രേസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഈ ലെവലും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവൽ വരെ പോകാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് ഹിൻഡാൽക്കോ നോക്കാം. അപ്പോൾ ഹിൻഡാൽക്കോയും നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട്. നമ്മുടെ സപ്പോർട്ടിൻ്റെ അടുത്താണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോർട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് എക്സിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഹിൻഡാൽക്കോ ആണെങ്കിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് ലെവൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന ഏരിയ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്, കണ്ടോ. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ഈ ആ ലെവൽ കൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ടാറ്റ സ്റ്റീൽ ആ ഒരു പോയിന്റ് എക്സാക്റ്റ് ആ പോയിന്റ് തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ചേറാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഹിൻഡാൽക്കോ തിരിച്ച് കയറി, കണ്ടോ. എക്സാക്റ്റ് നമ്മൾ വരച്ചിരിക്കുന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി ഹിൻഡാൽക്കോ. കാരണം ആ സെക്ടറിന് പോസിറ്റീവാണ്. അപ്പോൾ ഹിൻഡാൽക്കും ടാറ്റ സ്റ്റീൽ നെഗറ്റീവായിട്ട് കണ്ടിരുന്നെങ്കിലും ബാക്കി സ്റ്റോക്സുകളൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരിച്ചു കയറാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ സെക്ടർ മൊത്തം ഡൗൺ ആണെങ്കിൽ നമുക്ക് ഡൗൺ ട്രെൻഡിനെ എക്സ്പെക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ആ സെക്ടർ നല്ല രീതിയിൽ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എക്സാക്റ്റ് നമ്മൾ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറുന്നത്.
അപ്പോൾ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. എക്സാക്റ്റ് ഉണ്ടോ ആ ഒരു പോയിന്റ് തന്നെ ടച്ച് ചെയ്ത് വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറാണ് ചെയ്തത് കണ്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ആ സപ്പോർട്ട് ലെവൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് പ്രൈസ് ആക്ഷൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഈ ഒരു സപ്പോർട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ആ ഒരു സപ്പോർട്ട് എക്സാക്റ്റ് എടുത്ത് തിരിച്ച് കയറി. നമുക്ക് ഹിൻഡാൽക്കോ നോക്കാം. ഇപ്പോൾ ഹിൻഡാൽക്കോ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി കണ്ടോ. വീണ്ടും അത് ഇവിടെ സപ്പോർട്ട് എടുത്തത് പ്രീവിയസ് ഡേ ലോ സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് കയറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ മാർക്കിംഗ് കറക്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളൊരു സ്കാനർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്കാനർ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാർട്ടിങ്ങിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്കാനർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഫയേഴ്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫയേഴ്സ് 1 എന്ന് പറഞ്ഞ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ആദ്യം തന്നെ ഫയേഴ്സ് 1 ലോഗിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കാം സിസ്റ്റത്തിൽ. അതിനുശേഷം ലോഗിൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ എക്സൽ സ്കാനറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ജസ്റ്റ് എക്സൽ റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ എക്സൽ ഈ ഒരു ടെർമിനേറ്റ് കണക്റ്റ് ആവത്തുള്ളൂ. ഷോർട്ട് സെൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്കാനർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ലൈവായിട്ട് അപ്ഡേറ്റ് നടക്കാത്തത്. അപ്പോൾ ഈ ഒരു സ്കാനർ നമ്മുടെ നിക്കോളാസ് നീലോ വെബ്സൈറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ നിക്കോളാസ് നീലോ വെബ്സൈറ്റിൽ പോവാം. ഇവിടെ നമ്മൾ സ്കാനേഴ്സിൽ ഫയേഴ്സ് എക്സൽ സ്കാനർ ഉണ്ട്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ സ്കാനർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫയേഴ്സിൽ എൻ്റെ റെഫറൻസിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഫയേഴ്സ് എക്സൽ സ്കാനേഴ്സും അതുപോലെ ബാക്കിയുള്ള ഫയേഴ്സ് ലൈവ് സ്കാനേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫയേഴ്സിൻ്റെ ഫ്രീ അക്കൗണ്ട് ഓപ്പൺ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.